നമസ്കാരം. ഇത് തൃപ്പയാർ ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ മനോഹരമായ ക്ഷേത്രമാണ്. ആ മനോഹരാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഈ പുഴയാണ്. തൃപ്പയാർ പുഴ എന്ന പേരിൽ അറിയപ്പെടും. മുമ്പ് കരുവന്നൂർ പുഴയായിരുന്നു. പിന്നെ കനോലി സായിപ്പ് വന്നതിനാൽ അത് വീതിയൊക്കെ കൂട്ടി. അതുപോലെ തന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയൊക്കെ, കൊച്ചി വരെയൊക്കെ അത് വിസ്തൃതിയൊക്കെ കൂട്ടിയതിനാൽ കനോലി കനാൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ പുഴ. പാലം കണ്ട, പാലത്തുമ്മ കൂടെ എപ്പോഴും ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ ആയിട്ട്. ഈ തണുപ്പ് കാലമായതിനാൽ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ധാരാളം ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. തണുപ്പായതിനാൽ ആൾക്കാരൊക്കെ വളരെ കുറവാണ് കാലത്ത് ഇവിടെ വരാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ യുവതലമുറ, ചെറുപ്പക്കാർ, പിള്ളേർ കയാക്കുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അതിൻ്റെ അത് കാണാനായിട്ട് സാധിക്കുന്നത് അതൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. കാലത്ത് ഉറങ്ങുന്നല്ല ചെയ്യുന്നത്. അങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. വേലിയേറ്റം വേലിയിറക്കം മുതലുള്ള പ്രശ്നമാണ്. വേലിയിറക്കാണെന്ന് തോന്നുന്നു അതിൻ്റെ കാരണം. ഇങ്ങനെ വന്ന് ചേരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പെടുന്നതാണ് ഈ ചണ്ടികൾ. കുളവാഴ എന്നല്ല പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഇറക്കാണ്. ഇപ്പോൾ വെടിശബ്ദമാണ് കേട്ടത്. ഇവിടുത്തെ ഒരു വഴിപാടാണ് വെടി വഴിപാട്. അത് ഇനി ഇത് ശരിക്കും ഞാൻ സൂം ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഹരേ രാമാന്ന് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. അവിടെയാണ് മീനൂട്ട് വഴിപാടൊക്കെ നടക്കുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിലൊരു വഴിപാടാണ് മീനൂട്ട് വഴിപാട്. അതിങ്ങോട്ട് വഴിപാട് കഴിഞ്ഞ് ആ അരിയും മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ മീനുകൾക്ക് കൊടുക്കും. അപ്പോൾ ധാരാളം മീനുകൾ വന്ന് കഴിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനെൻ്റെ മൊബൈലിൻ്റെ സൂമിങ് പവറും കൂടി നോക്കുകയാണ്. അവർ കയാക്കിലെ കുറച്ച് അധികം പേരുണ്ട്. ഒരു ടീം അങ്ങനെ അടക്കമായി വന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുന്നിലായിട്ട്. ശരിക്കും അത് അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. അവർ പരിശീലിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആയൊക്കെ രീതിയിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവിടെ വരികയും ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇത് കിഴക്കേ നടയാണല്ലോ, തൃപ്പയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട. ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു കൽവിളക്കുണ്ട്. അത് വളരെ പഴക്കേറിയിട്ടുള്ളതാണ്. ഒരു ഭയങ്കര നല്ലൊരു ആൽമരമുണ്ട്. മുന്നിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിന്ന് ചില ഹമ്പുകളൊക്കെ ഉണ്ട്. അവരിതാ ഇവിടെ മുന്നിലേക്കായിട്ട് എത്തിയിരിക്കുന്നു കേട്ടോ. അതൊരു രസകരമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ കയക്കിൽ തുഴഞ്ഞിങ്ങനെ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രസകരം തന്നെയാണുള്ളത് കാലത്ത് തന്നെ ആയിട്ട്. എന്തായാലും വെടിവഴിപാട് ഉഷാറായി നടക്കുന്നു. മീനൂട്ട് കടയിലും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു. മീനൂട്ട് നന്നായി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. എൻ്റെ സൂമിങ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി ഈ ഭാഗത്തുണ്ട് സരയൂ തീരം പാർക്കാണ് ഈ ഭാഗത്ത് ഉള്ളത്. താന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നല്ല പാർക്കാണ്. ആളുകളൊക്കെ വരാറുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് അതില്ല എന്നുള്ളത്. നടവഴികൾ നടക്കാനുള്ള വഴിയൊക്കെ ശരിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ടൈലൊക്കെ ഇട്ട്, കരിങ്കല്ലിൻ്റെ ടൈലറ്റ്സൊക്കെ ഇട്ട് വെച്ചിട്ട് ഇരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറുവൃക്ഷങ്ങളും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. ഇവിടെ നിന്നിട്ട് ശരിക്കും കാണുകയൊക്കെ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഗ്രാൻഡ് ടേബിൾ ഇട്ടുള്ള ഇരിക്കാനുള്ള ബെഞ്ച്, അതിൽ ഇരുമ്പിൻ്റെ ഇരിക്കാനുള്ള ബെഞ്ച്, അത്യാവശ്യം എക്സസൈസിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെടികൾ ശരിക്കും പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പേരയുണ്ട്, പല വർഷങ്ങളുണ്ടെന്ന് മാത്രം. ഇത് ശരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്.
ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട്. ബൊഗേൻവില്ല ചെടികൾ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു അഗ്ലോണിമ ചെടി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു തെങ്ങുണ്ടല്ലോ, അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. പിന്നെ പാർക്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. കണ്ടോ, ഇങ്ങനെ സംവിധാനമുണ്ട് കുട്ടികൾക്ക്. എന്തുമാത്രം സൗകര്യങ്ങളാണ് സർക്കാർ തലത്തിൽ ഒരുക്കിയിട്ടുള്ളത് അല്ലേ. ഇങ്ങനെ ആടി കളിക്കാം, ഇങ്ങനെ ആടി കളിക്കാം കുട്ടികൾക്ക്. ആടി കളിക്കാം. ഒരു ചെറുകിട എക്സസൈസിനുള്ള ഉപകരണമാണ് അത്. ഉണ്ടോ അത് സംവിധാനം. ഇനി ഇങ്ങനെ പിടിച്ച് ഞാളാനായിട്ട് ഉയരം കുറഞ്ഞുകൊണ്ട് ഉയരം കൂടിയതുകൊണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ, ദിവസം വരികയാണെങ്കിൽ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നടക്കുന്ന അർത്ഥം. ഒരു മനസ്സിൻ്റെ ശാന്തി ലഭിക്കും. ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലാടാനായിട്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീണ്ടും നമ്മുടെ കയോക്കിൻ്റെ അടുത്തേക്ക് പോകാം. ഒരാഹ്ലാദത്തിലാണ് കുട്ടികളല്ല, അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇതിന് പുറത്തേക്ക് കിടക്കാം. ഇതിനായിട്ട് ഒരു വെറൈറ്റി മുള വെച്ചിട്ടുണ്ട് കേട്ടോ. ഭംഗിക്ക് വേണ്ടി തന്നെ അതൊക്കെ അത് വെച്ചിട്ടുള്ളത്. ഇനി പാർക്ക് വേണമെങ്കിൽ വലുതാവായിരിക്കും വിപുലീകരിക്കപ്പെട്ടിട്ട്. ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഭംഗിയായിട്ടുണ്ട്. ആയിട്ട് ഇനി നമ്മൾ വിളക്കുമാടത്തിൻ്റെ അവിടേക്ക് പോകണം. വിളക്ക് ഏറെ പഴക്കമുള്ള വിളക്കാണത്. അതിന് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈവനിങ്ങിലൊക്കെ ആയിട്ട്. ഇത് ആൽത്തറയുമാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗം. ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് ആളുകൾക്ക് വിശ്രമിക്കാനായിട്ട്. സരയൂ തീരം വാട്ടർ സ്പോർട്സ്. അത് അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.